കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇളയ മകനും 19-ാം അധ്യായത്തിലെ കഥാപാത്രമായ സക്കായിയും, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന നീക്കോദീമോസും, 5-ാം അധ്യായത്തിലെ 38 വർഷം രോഗിയായിരുന്ന വ്യക്തിയും പ്രസംഗകർക്ക് എന്നും പ്രിയപ്പെട്ടവരാണ്. ഇവരിലുള്ള പോരായ്മകൾ അക്കമിട്ട് നിരത്തി വില്ലൻ പരിവേഷം കൊടുക്കുന്നതിൽ പലരും നന്നായി വിജയിച്ചിട്ടുണ്ട്. വിമർശന മനോഭാവം മാറ്റിവെച്ച് സത്യസന്ധമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരിലും ഉള്ളതുപോലെയും ഒരു പക്ഷേ അതിലധികവും മാതൃകാപരമായ അനുഭവങ്ങൾ ഇവരിൽ ദർശിക്കുവാൻ കഴിയും. സ്നേഹവാനായ പിതാവിന്റെ മകൻ വീട് വിട്ടുപോയി എങ്കിലും തെറ്റിതിരുത്തി മടങ്ങി വന്നത് പ്രശംസനീയമായ കാര്യമാണ്. പുരുഷാരത്തിന്റെ നടുവിൽ നിന്നാൽ യേശുവിനെ കാണാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിവാണ് ഉയരമുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ സക്കായിയെ പ്രേരിപ്പിച്ചത്. യേശുവിന്റെ അടുക്കൽ അനേകർ വരാതിരുന്നപ്പോൾ ഉപദേശം ചോദിപ്പാൻ നീക്കോദോമസ് വന്നത് തന്നെ അനുഗ്രഹമാണ്. 38 വർഷം കഴിഞ്ഞെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഒരേ സ്ഥലത്ത് തന്നെ കിടന്നത് ആശ്ചര്യകരമായ കാര്യമാണ്. ആരെയും വിമർശിക്കുകയോ വിധിക്കുകയോ ചെയ്യാതെ എല്ലാവരിലെ നല്ല വശത്തെ കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിലുള്ള പോരായ്മകളെ കണ്ടെത്തുവാനും മറ്റുള്ളവരിലെ നന്മകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനും ഈ പകൽ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.